എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്നൊരു ഹെൽത്തി ആയിട്ടുള്ള 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി കാണാം കേട്ടോ. അപ്പം ഞാനിത് ഇലയിൽ പൊതിഞ്ഞിട്ട് സ്റ്റീം ചെയ്ത് എടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ അതിനെടുത്തിരിക്കുന്നത് 2 നേന്ത്രപ്പഴം പുഴുങ്ങി അത് തൊലിയൊക്കെ കളഞ്ഞ് മാറ്റി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് അളവിലുള്ള നൈസ് അരിപ്പൊടി ചേർത്തതിന് ശേഷം ഇതേപോലൊരു ചെറിയ കപ്പിൽ ചെറുപയർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് 2 ഏലക്കയും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നമുക്കിതുപോലൊന്ന് പൊടിച്ചത് അത് നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന 1/2 കപ്പ് അളവിലുള്ള ചിരുവിയ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് ശർക്കര പൊടി ചേർത്ത് കൊടുക്കണം. ഒരു 3 ടേബിൾ സ്പൂൺ ശർക്കര പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ആവശ്യാനുസരണം ചേർക്കാം. ഞാനിത് കുറച്ച് മധുരം ചേർത്തതേ ഉള്ളൂ. 3/4 സ്പൂൺ നെയ്യും ചേർത്തിട്ട് അല്പം ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നമ്മളിത് നമ്മുടെ കൈ കൊണ്ട് തന്നെ നമ്മൾ ഉടച്ച് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം. കണ്ടല്ലോ, ഇതുപോലെ കുഴച്ചെടുക്കുക. അങ്ങനെ ഞാനത് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതാണ് ഞാൻ ഇത് കുഴച്ചെടുത്തിരിക്കുന്നത്. ഇനി ഞാൻ ഇതുപോലെ കുറച്ച് വാഴയില എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് എടുത്ത വാഴയിലയാണ് കേട്ടോ. അപ്പോൾ അത് എടുത്തതിന് ശേഷം ഇതുപോലെ കോൺ ഷേപ്പിൽ നമുക്കതൊന്ന് മടക്കി എടുക്കണം. ഇതേപോലെ നമുക്ക് മടക്കി എടുത്തിട്ട് നമുക്ക് ഈ ഫില്ലിങ് ഇതിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അട ഉണ്ടാക്കുന്ന രീതിയിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇത്. അപ്പോൾ ഞാനിപ്പം ഇങ്ങനെ ഈ ഫില്ലിങ് ഇതിനകത്തേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ 2 സൈഡും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഒന്ന് ആ അതായത് മുകൾ ഭാഗം ഒന്ന് മടക്കിയതിന് ശേഷം ഇതിൻ്റെ 2 സൈഡും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ വിരൽ കൊണ്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഇതൊന്ന് പരന്നിരിക്കുന്നത്. അപ്പോൾ അതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റി കൊടുക്കാം. അങ്ങനെ ഞാനതെല്ലാം മാറ്റിയതിന് ശേഷം ഇനി നമുക്കൊരു സ്റ്റീമറിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. ഇത് ഏകദേശം ഒരു 20 മിനിറ്റ് സ്റ്റീം ചെയ്ത് എടുക്കാം. അപ്പോൾ കൂട്ടുകാർ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ചാനൽ ഒന്ന് ലൈക്കും ഹൈപ്പും ചെയ്യണേ. അപ്പോൾ ഞാനിത് സ്റ്റീമറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. 20 മിനിറ്റ് കഴിഞ്ഞിട്ട് കുറച്ച് സമയമായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പലഹാരം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഇലയൊക്കെ മാറ്റിയിട്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. കണ്ടല്ലോ, ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ. എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ പലഹാരം. അധികമായിട്ട് ശർക്കരയോ നെയ്യോ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയും വേണം. അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റും അറിയിക്കണം കേട്ടോ.